വാർത്തകൾ വിശദമായി. കുറുപ്പുംപടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ 2 ദിവസം നീണ്ടുനിൽക്കുന്ന യുവജനോത്സവത്തിന് തുടക്കം കുറിച്ചു. നിരവധി പ്രതിഭകൾ കലാപരിപാടികളിൽ മാറ്റുരച്ചു. സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് നടന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം കൈറ്റ് ലൈഫ് ഫൗണ്ടേഷൻ ഫൗണ്ടറും പ്രശസ്ത നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ രാജേഷ് ആർ നായർ നിർവഹിച്ചു. ഞാൻ എന്തുകൊണ്ടാണ് പട്ടത്തെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടത് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കാം. ഞാനൊരു നടനാണ്, വോയിസ് ആർട്ടിസ്റ്റാണ്, സിനിമകൾ അഭിനയിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് പേര് സിനിമ കാണാറുണ്ട്, ഒരുപാട് പേർ സിനിമ ആസ്വദിക്കുന്നുണ്ട്. സിനിമയുടെ അനന്തരമായ അത്യന്തം ആഘോഷപൂർവ്വം നിങ്ങൾ കാണുന്ന ഓരോ സിനിമകളിലും ഒരുപാട് നായകന്മാരുണ്ട്, നടന്മാരുണ്ട്, ബാലതാരങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. പക്ഷേ നമ്മളിവിടെ കാണാത്ത ഏറ്റവും വലിയൊരു വിനോദോപാധിയാണ് പട്ടം എന്ന് പറയുന്നത്. ഇവിടെ കൈ ഉയർത്തിയ കുട്ടികൾ പട്ടം പറത്തിയത് അല്ലെങ്കിൽ പറത്തിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എൻ്റെ കുട്ടിക്കാലം തന്നെയാണ്. 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ അച്ഛനോ അല്ലെങ്കിൽ അമ്മാവനോ അല്ലെങ്കിൽ മൂത്ത ജ്യേഷ്ഠനോ ഒക്കെ നമുക്ക് പട്ടം ഉണ്ടാക്കി കൊണ്ട് തരുന്നത്. പട്ടം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് നഴ്സറിയിലൊക്കെ പഠിക്കുന്ന റൈംസിനോടൊപ്പം ഉള്ളതാണ്. A for apple, B for bat, ball. അങ്ങനെ പഠിച്ച് അക്ഷരമാലയിലെ in all the English language alphabets, every word has a meaning. So that when you reach at K, they will tell K for kite. സ്കൂൾ മാനേജർ ജോർജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. കലാ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള വേദിയാണിതെന്ന് മാനേജർ അറിയിച്ചു. കുറുപ്പുംപടി സെന്റ് മേരീസ് സ്കൂളിൽ 1000-ൽ പരം കുട്ടികൾ പഠിക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് എല്ലാ വർഷം തോറും കുട്ടികളുടെ സർഗാത്മക വളർത്തിയെടുക്കുന്ന രീതിയിലുള്ള ഒരു കൾച്ചർ മീറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് സർഗാത്മകമായിട്ടുള്ള വളർച്ച വരുന്നതോടൊപ്പം തന്നെ അവർ തന്നെ ഓർഗനൈസ് ചെയ്യുന്ന പ്രവർത്തനമായതുകൊണ്ട് ലീഡർഷിപ്പ്, ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുള്ള ഒരു എബിലിറ്റി കൂടെ അവർക്ക് വളർന്നു വരുന്നു എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനത്തക്ക രീതിയിലുള്ളതാണ്. അവർ തന്നെ പ്ലാൻ ചെയ്ത് അവരുടെ ബുദ്ധിയിൽ വെച്ച കാര്യങ്ങൾ തന്നെ മാത്രം പ്രാവർത്തികമായിട്ട് അതോടനുബന്ധിച്ച് അധ്യാപകരുടെയും അനധ്യാപകർ ഉൾപ്പെടെയുള്ള മാനേജ്മെൻറ്റിൻ്റെ ഉൾപ്പെടെയുള്ള സപ്പോർട്ടോട് കൂടിയിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഭാവിയിൽ നിർണപൗരനായിട്ട് ഒരു എല്ലാ രീതിയിലുമുള്ള അർപ്പണബോധത്തോടു കൂടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും നല്ല മനുഷ്യനായി ഭാവിയിലെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഭംഗിയാവുന്ന രീതിയിൽ ആവിത്തീരുന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനിയുള്ള കാലങ്ങളിലും ഭംഗിയായിട്ട് ഇതിൽ പരം ഭംഗിയായ രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാം നല്ല രീതിയിൽ നടത്തുന്നു. എല്ലാ ഇതിനുള്ള പ്രവർത്തിച്ച എല്ലാവരോടും ഒരു നന്ദി അഭിമാനവും തോന്നുന്ന രീതിയിൽ അഭിനന്ദിക്കുന്നു. നമസ്കാരം. പ്രിൻസിപ്പൽ ഫാദർ ആകാശ് കുര്യൻ മേലേത്ത്, വൈസ് പ്രിൻസിപ്പൽ MS ഷീജ കുര്യാക്കോസ്, PTA പ്രസിഡന്റ് അനീഷ് ബാബു, വൈസ് പ്രസിഡന്റ് ടീമ റെനി എന്നിവർ ആശംസകൾ നേർന്നു. സ്കൂൾ ഹെഡ് ബോയ് മാത്യു ഷെന്നി സ്വാഗതവും ആർട്സ് ക്ലബ് സെക്രട്ടറി അക്ഷര ജോസ് നന്ദിയും രേഖപ്പെടുത്തി. കലോത്സവ വേദി വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള വേദിയായി മാറി. റോസ്മേരിയുടെ ലളിതഗാനവും പാർവതിയുടെ നാടോടി നൃത്തവും ഏറെ ശ്രദ്ധേയമായി. വ്യത്യസ്ത തരം കലാപരിപാടികൾ 2 ദിവസങ്ങളിലായി നടക്കുന്നതായിരിക്കുമെന്ന് പ്രിൻസിപ്പൽ ഫാദർ ആകാശ് കുര്യൻ മേലേത്ത് അറിയിച്ചു. Once a man visited a camp. An elephant was seen in the camp. The man noticed that the elephant was tied with a small rope. With a very small rope, the elephant was tied. The man noticed that the elephant was not making his part to break the chain or to escape from the camp. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.